ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്താണ്. നമുക്ക് മുന്നിൽ കാണുന്ന ഷിപ്പാവട്ടെ MSC Swepay 7 വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിലേക്ക് ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് വരുന്ന ഷിപ്പാണ് MSC Swepay 7. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷിപ്പ് വേക്കൻ്റ് ആയി പോലെ നമുക്ക് തോന്നുന്നു. കാരണം വിഴിഞ്ഞം പോർട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വെച്ച കണ്ടെയ്നർ, അതായത് MSC ഖൈലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത കണ്ടെയ്നർ കൊണ്ടുപോകുന്നതിനാണ് MSC Swepay 7 വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 300 മീറ്റർ ലെന്തും 40.3 മീറ്റർ ബെർത്തും 24.1 മീറ്റർ ഡെപ്തും 14 മീറ്റർ മാക്സിമം ഡ്രാഫ്റ്റും 6572 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള MSC Swepayയാണ് നമുക്ക് മുന്നിലുള്ളത്. വളരെ സാവധാനമാണ് ഷിപ്പ് പോർട്ടിൽ നിന്നും പോർട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ ഷിപ്പ് ആഴിമല ക്ഷേത്ര ഭാഗത്ത് നിന്ന്, നമ്മൾ ഈ കാണുന്ന പോലെ ആഴിമല ക്ഷേത്ര ഭാഗത്ത് നിന്ന് തിരിഞ്ഞു വന്നതിന് ശേഷം പോർട്ടിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പോർട്ടിനകത്ത് കയറിയിട്ടില്ല, ഇപ്പോഴും കപ്പൽ ചാലിൽ തന്നെയാണ്. കപ്പൽ വളരെ സാവധാനത്തിലാണ് വരുന്നത്. ഏതാണ്ട് 2001 നിർമ്മിച്ച ഷിപ്പാണ്. 2001 നിർമ്മിച്ച ഷിപ്പാണ് MSC Swepay 7. കൂടെ നമുക്ക് 2 ടഗ് ബോട്ടുകളെ കാണാൻ സാധിക്കും. ഡോൾഫിൻ 27, ഡോൾഫിൻ 28, അങ്ങനെ 2 ടഗ് ബോട്ടുകളുടെ അകമ്പടിയോടെ MSC Swepay 7 വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ സാവധാനമാണ് ഷിപ്പ് നീങ്ങുന്നത്. ഇതാ നമുക്ക് കാണാൻ, നമ്മുടെ മുന്നിൽ തന്നെ ഷിപ്പുണ്ട്. നമുക്ക് വളരെ സാവധാനം ഷിപ്പ് കാണാൻ സാധിക്കും. ഇതുപോലെ ധാരാളം ഷിപ്പാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നത്. നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് വരുന്ന ഏതാണ്ട് 4ാമത്തെ ഷിപ്പാണ് MSC Swepay 7. ആദ്യമായി ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് വന്ന ഷിപ്പാണ് മരിയൻ അസൂർ. ഏകദേശം 250 മീറ്റർ നീളവും 37.4 മീറ്റർ ബെർത്തും 14 മീറ്റർ ഡ്രാഫ്റ്റും 21.1 മീറ്റർ ഡെപ്തും 4556 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള മരിയൻ അസൂറാണ് ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ആദ്യമായി വന്നത്. അതിനുശേഷം ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് വന്ന 2ാമത് ഷിപ്പാണ് നാവിയസ് ടെമ്പോ. ഏതാണ്ട് 261 മീറ്റർ നീളവും 32 മീറ്റർ ബെർത്തും 19.3 മീറ്റർ ഡെപ്തും 12.60 ഡ്രാഫ്റ്റും 4250 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള നാവിയസ് ടെമ്പോയാണ് 2ാമതായി വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിലേക്ക് ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് വന്നത്. 3ാമതായി വന്ന ഷിപ്പാണ് MSC Adufai. ഏതാണ്ട് 294 മീറ്റർ നീളവും 32.2 മീറ്റർ ബെർത്തും 21.8 മീറ്റർ ഡെപ്തും 13.5 മീറ്റർ ഡ്രാഫ്റ്റുമുള്ള 4014 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള MSC Adu ആണ് 3ാമതായിട്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിലേക്ക് ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് വന്ന 4ാമത്തെ ഷിപ്പാണ് MSC Swepay 7. ഏകദേശം 300 മീറ്റർ നീളവും 40.3 മീറ്റർ ബെർത്തും 24.1 മീറ്റർ ഡെപ്തും 14 മീറ്റർ ഡ്രാഫ്റ്റും. ഇപ്പോൾ നിലവിലെ ഡ്രാഫ്റ്റ് 8.2 ആണ്. ഷിപ്പ് നമ്മൾ ഈ കാണുന്ന പോലെ ഫുൾ വേക്കൻ്റ് ആണെന്ന് പറയാം. ഏകദേശം 6572 ആണ് മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി. 500 റീഫർ കണ്ടെയ്നറും സൂക്ഷിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഷിപ്പാണ് നമ്മുടെ മുന്നിൽ പോകുന്നത്. അങ്ങനെ 4 ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് വന്ന കപ്പലുകളും ഇനി അടുത്ത് വലിയ 3 ഷിപ്പുകൾ MSC ഡയാല, MSC ഓറിയൺ, MSC ഖൈലി, അങ്ങനെ 7 കപ്പലുകളാണ് ഇനി വരുന്നത്. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന കപ്പലാവട്ടെ 8ാമത്തെ കപ്പലാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ആദ്യമായിട്ട് വന്ന ഷിപ്പ് സാൻ ഫെർണാണ്ടോ, അതിനുശേഷം മരിയൻ അസൂർ, 3ാമത് നാവിയസ് ടെമ്പോ, 4ാമതൊന്ന് ഷിപ്പ് നമ്മുടെ MSC ഡയല, 5ാമത് ഷിപ്പ് MSC Adufai, 6ാമത് ഷിപ്പ് MSC ഓറിയോൺ, 7ാമതൊന്ന് ഷിപ്പ് MSC ഖൈലി, 8ാമതൊന്ന് ഷിപ്പാണ് MSC Swepay 7. നമ്മുടെ മുന്നിലൂടെ വളരെ സാവധാനം ഷിപ്പ് നീങ്ങുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിലൂടെയാണ് ഷിപ്പ് നീങ്ങുന്നത്. നമുക്കിനി അടുത്തൊരു പൊസിഷനിലേക്ക് പോകാം. പിന്നെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വ്യൂവിലാണ് ഞാനുള്ളത്. അതായത് ഷിപ്പിന്റെ ഏറ്റവും അടുത്തു നിന്നുള്ള വിഷ്വൽ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ മുന്നിലുള്ള ടഗ് ബോട്ട്, ഹെവി റോപ്പ് ടൈ ചെയ്തിരിക്കുന്ന ടഗ് ബോട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഷിപ്പ് ഇപ്പോൾ വേക്കൻ്റ് തന്നെയാണ്. ഷിപ്പിലിപ്പോൾ വളരെ കുറച്ച് കണ്ടെയ്നർ മാത്രമുള്ളൂ. ഡെക്കെല്ലാം ഫ്രീ ആയി ഒഴിഞ്ഞു കിടക്കുന്നത് കാണാൻ സാധിക്കും. കാരണം നമ്മൾ ഈ കാണുന്ന പോലെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് ഡിസ്ചാർജ് വെച്ച കണ്ടെയ്നർ MSC ഖൈലിൽ നിന്ന് ഡിസ്ചാർജ് കണ്ടെയ്നർ കൊണ്ടുപോകുന്നതിനാണ് MSC
സോപ്പേ 7 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നത്. നിലവിൽ 3 ടഗ് ബോട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. MSC ഡോൾഫിൻ 27, 28, നമുക്ക് ബാക്കിലായിട്ടുള്ള ഓഷ്യൻ പ്രസ്റ്റീജ്, ഇങ്ങനെ 3 ടഗ് ബോട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഷിപ്പിൻ്റെ അടുത്ത് കൂടി ചെറിയ വള്ളം പാസ് ചെയ്യുന്ന പോകുന്ന കണ്ടുണ്ടോ? ഇത് ഇവിടെയുള്ള നമ്മുടെ ഹാർബറിലെ വള്ളക്കാർ തന്നെയാണ്. കാരണം വേറെ വെള്ളക്കാർ നമുക്ക് ഷിപ്പ് വരുന്നതോടനുബന്ധിച്ച് ഒരു അലർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവർ നിയന്ത്രിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് MSC സോപ്പേ 7 വിഴിഞ്ഞം പോർട്ടിലേക്ക്, വിഴിഞ്ഞം ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് കയറുന്ന കാഴ്ച ഇപ്പോൾ നമുക്ക് ബ്രേക്ക് വാട്ടർ കാണാൻ സാധിക്കും. ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ കാണാൻ സാധിക്കും. ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ ലക്ഷ്യമാക്കി നമ്മൾ ഈ കാണുന്ന MSC സോപ്പേ 7 ഇപ്പോൾ നമ്മൾ ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ തൊട്ടടുത്ത് നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. MSC സോപ്പേ 7 കാണാൻ സാധിക്കും. ഈ ഡെക്കെല്ലാം ഫ്രീ തന്നെയാണ്. വളരെ സാവധാനം വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്ന MSC സോപ്പേ 7 ഇപ്പോൾ തന്നെ ബ്രേക്ക് വാട്ടറിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ MSC സോപ്പേ 7 എത്തും. 2001 നിർമ്മിച്ച ഷിപ്പാണ്. 1/1/2001 നിർമ്മിച്ച MSC സോപ്പേ 7 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ട് വരുന്ന 8ാമത്തെ ഷിപ്പാണ് MSC സോപ്പേ 7. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നിലവിൽ ഇപ്പോൾ നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷനും ഷിപ്പിന്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ കാണാൻ സാധിക്കും. ഷിപ്പ് ഇപ്പോൾ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ കടന്ന് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് കടക്കുന്ന കാഴ്ച. വിഴിഞ്ഞം പോർട്ടിലേക്ക് ഷിപ്പ് കയറിയിരിക്കുന്നു. ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ട് വരുന്ന 8ാമത്തെ ഷിപ്പാണ് MSC സോപ്പേ 7. പക്ഷേ ട്രാൻസ്ഷിപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന 4ാമത്തെ ഷിപ്പാണ് MSC സോപ്പേ 7. വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കടന്നിരിക്കുന്നു. ആ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ഷിപ്പിന്റെ ഡ്രാഫ്റ്റ് 8.2 ആണ്. മാക്സിമം ഡ്രാഫ്റ്റ് 14 മീറ്റർ ആണ്. മാക്സിമം ഡ്രാഫ്റ്റ് ഇപ്പോൾ 8 മീറ്റർ ആഴത്തിലാണ് ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പോർട്ടിനകത്ത് ഷിപ്പ് കയറിയിരിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും ഷിപ്പിനെ പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഫ്രെയിമിലാണ് ഞാനുള്ളത്. വളരെ വ്യക്തമായിട്ട് ഷിപ്പിനെ കാണാൻ സാധിക്കും. ഇതുപോലുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഭാഗവും ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ട് ധാരാളം ഷിപ്പുകൾ ഇനിയും വിഴിഞ്ഞം പോർട്ടിലെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് ധാരാളമായി വരുന്നത്. ആ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഓണത്തിന് ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ കേരളക്കാർക്ക് ഒരു സമ്മാനമായി തന്ന ഷിപ്പ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിലെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നതാണ്. 13-ാം തീയതിയോടുകൂടി നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകളിലൊന്നായ ഷിപ്പ് MSCയുടെ ഷിപ്പ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കിടക്കും. പോർട്ടിനകത്തേക്ക് ഷിപ്പ് കയറിയിരിക്കുന്നു. ഇനി നമുക്ക് ആ ഭാഗത്തു നിന്നാണ് ഷിപ്പ് തിരിഞ്ഞ് നമ്മുടെ ഈ പറയുന്ന ബെർത്തിങ്ങിലേക്ക് പോകുന്നത്. നമുക്ക് ആ വ്യൂ കൂടി ഒന്ന് ലഭിക്കുമോ നോക്കാം. നമുക്കിനി അടുത്ത പൊസിഷനിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ അടുത്തൊരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ഷിപ്പ് ഇപ്പോൾ വേറൊരു ആംഗിളിലാണ് തിരിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും നമുക്ക് ഈ കാണുന്ന പോലെ ബ്രേക്ക് വാട്ടർ എൻഡ് പൊസിഷനിൽ നിന്നും വേറൊരു ആംഗിളിലാണ് ഷിപ്പ് തിരിഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. അതായത് എനിക്കൊന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഷിപ്പ് തിരിയുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ വളരെ വേഗം തന്നെ ഷിപ്പ് തിരിയുന്നുണ്ട്. കാരണം വിഴിഞ്ഞം പോർട്ടിനോട് സംബന്ധിച്ചിടത്തോളം 366 മീറ്റർ നീളമുള്ള ഏതാണ്ട് 16.5 മീറ്റർ ഡ്രാഫ്റ്റുള്ള MSC ഖൈലി വളരെ അനായാസനം പോർട്ടിൽ ബെർത്ത് ചെയ്തെങ്കിൽ അതിനെ അപേക്ഷിച്ച് ഇത് 8.6 മീറ്ററാണ്, 8.2 മീറ്ററാണ് നിലവിലെ ഡ്രാഫ്റ്റ്. ഈ ഷിപ്പിന് വളരെ ഈസി ആയിട്ട് ഇവിടെ തിരിയാൻ സാധിക്കും. കാരണം ഇതിൻ്റെ ഡബിൾ ഡ്രാഫ്റ്റുള്ള ഷിപ്പാണ്. ഇന്ന് രാവിലെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ നിന്ന് തിരിച്ചു പോയതും മെനഞ്ഞാന്ന് 2 ദിവസം മുന്നേ അല്ലെങ്കിൽ 1 ദിവസം മുന്നേ നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ബെർത്ത് ചെയ്തതും. അപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റ് ഏതാണ്ട് MSC ഖൈലി ഡ്രാഫ്റ്റ് 16.5 മീറ്റർ ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ 8.2 മീറ്റർ ഡ്രാഫ്റ്റുള്ള ഷിപ്പാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തേക്ക് തിരിയുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ നിൽക്കുന്ന ഷിപ്പിൻ്റെ പൊസിഷൻ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ബെർത്തിൻ്റെയും ബ്രേക്ക് വാട്ടറിൻ്റെ ഇടയ്ക്കുള്ള പോർഷനാണ്. ഞാൻ പലപ്പോഴായിട്ട് പറയും പോലെ ഏതാണ്ട് 1 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ ബെർത്തിൻ്റെയും ബ്രേക്ക് വാട്ടറിൻ്റെയും ഇടയിലായിട്ട്. അതിനാൽ ഷിപ്പിന് ഏത് പൊസിഷനിൽ നിന്ന് വേണമെങ്കിലും വളരെ അനായാസേന തിരിയാനായിട്ട് സാധിക്കും. അതിനാൽ ഇതുപോലുള്ള ഒരു ഷിപ്പ് കൂടി അല്ലെങ്കിൽ 2 ഷിപ്പ് കൂടി നമുക്ക് ഇതേ ഭാഗത്തേക്ക് നിന്ന് തിരിയാൻ സാധിക്കുന്ന വിധത്തിൽ വിട്ടുണ്ട് നമ്മുടെ ഈ ബെർത്തിൻ്റെയും ബ്രേക്ക് വാട്ടറിൻ്റെ ഇടയ്ക്ക്. എന്നാൽ ഇത് ആദ്യമായിട്ടാണ്
ഇങ്ങനെ ഒരു ഷിപ്പ് തിരിയുന്നത് കാണാൻ സാധിക്കുന്നത്. 3 ടഗ് ബോട്ടുകൾ നിലവിലുണ്ട്. ഡോൾഫിൻ 28, ഡോൾഫിൻ 27. നമ്മുടെ മുന്നിലുള്ള ഓഷ്യൻ പ്രസ്റ്റീജ്. ഈ 2 ടഗ് ബോട്ടുകളെയും ഡോൾഫിൻ 27ഉം ഡോൾഫിൻ 28ലും ഹെവി റോപ്പ് ടൈ ചെയ്തതിനു ശേഷം വളരെ ഈസി ആയിട്ട് അനായാസേന ഷിപ്പിനെ തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷിപ്പിന്റെ ഡെക്കെല്ലാം വേക്കൻറ്റ് തന്നെയാണ്. ഷിപ്പ് തിരിഞ്ഞു വരും നമുക്ക് കാണാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് MSC സ്വപ്പേ 7 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് തിരിയുന്നു. ഇതുവരെ വന്നതിൽ വെച്ച് ഷിപ്പുകൾ ഇങ്ങനെ തിരിഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ തിരിയുന്നതും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് തിരിയുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് MSC ഖൈലിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത കണ്ടെയ്നറുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇത്രത്തോളം കണ്ടെയ്നറുകളാണ് MSC ഡയലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളത്. അത് കൊണ്ടുപോകാനാണ് MSC സ്വപ്പേ 7 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നത്. നമുക്ക് കാണാൻ സാധിക്കും. ഷിപ്പ് ഇപ്പോൾ ഏതാണ്ട് തിരിഞ്ഞു വന്നിരിക്കുന്നു. വളരെ ഈസി ആയിട്ട് തിരിഞ്ഞു വന്നിരിക്കുന്നു. ആ ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഷിപ്പ് തിരിഞ്ഞു വരുന്ന കാഴ്ച. ട്രയൽ 2 ഭാഗമായിട്ട് വരുന്ന 8ാമത്തെ ഷിപ്പാണ് MSC സ്വപ്പേ 7 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ. ആദ്യമായിട്ട് ട്രയൽ 2 ഭാഗമായിട്ട് വന്ന ഷിപ്പ് മരീൻ അസൂർ, രണ്ടാമത് വന്ന ഷിപ്പ് നാവി സ്റ്റംബോ, മൂന്നാമത് വന്ന ഷിപ്പ് MSC അഡുഫൈ, 4ാമത് വന്ന ഷിപ്പാണ് MSC സ്വപ്പേ 7. അപ്പോൾ 8ാമത്തെ ഷിപ്പ് ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് വന്ന ഷിപ്പാണെങ്കിൽ ബാക്കി 4 ഷിപ്പുകൾ സാൻ ഫെർണാണ്ടോ, ട്രാൻസ്ഷിപ്മെന്റ് ഭാഗമായിട്ട് വന്ന ഷിപ്പ് ട്രയൽ 2 ഭാഗമായിട്ട് സാൻ ഫെർണാണ്ടോ, MSC ഡയല, MSC ഓറിയോൺ, MSC കൈലി, ഇങ്ങനെ 8 ഷിപ്പുകൾ. 8ാമത്തെ ഷിപ്പാണ് നമ്മുടെ മുന്നിലുള്ള MSC സ്വപ്പേ 7. ഇപ്പോൾ ഷിപ്പ് പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുന്ന കാഴ്ചയാണ്. വളരെ ഈസി ആയിട്ട് തിരിച്ചും വരുന്നുണ്ട് ഷിപ്പ്. നമുക്ക് കാണാൻ സാധിക്കും. ഇതാദ്യമായിട്ടാണ് ഷിപ്പ് തിരിഞ്ഞു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഈ ഡയറക്ഷനിൽ, അതായത് ഈ ഡയറക്ഷനിൽ തിരിഞ്ഞു വരുന്ന, അതായത് എനിക്ക് തോന്നുന്നു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഷിപ്പ് തിരിഞ്ഞു വരുന്ന കാഴ്ച ഇതാദ്യമായി കാണുന്നത്. നമ്മുടെ MSC ഖൈലിയും MSC സ്വപ്പേ 7ഉം ഒരേ സമയം വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിന്റെ പുറത്തെത്തിയതാണ്. അതായത് പോർട്ടിന്റെ പുറത്ത് എത്തിയതാണ്. പക്ഷേ MSC ഖൈലിയാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ആദ്യം പ്രവേശിച്ചത്. ആ ഷിപ്പ് പോയതിന് മണിക്കൂറുകൾക്കകമാണ്, മണിക്കൂറെന്ന് പറയാൻ പറ്റില്ല, ഒരു ഹാഫ് ആൻ അവറിനകത്ത് തന്നെയാണ് MSC സ്വപ്പേ 7 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കയറിയിട്ടുള്ളത്. ഷിപ്പ് ഇപ്പോൾ തിരിഞ്ഞു വന്നിരിക്കുന്നു. അതൊരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ് ഷിപ്പ് ഇങ്ങനെ തിരിഞ്ഞു വരുന്നത്. അതുമാത്രമല്ല, തിരിച്ചു വരുന്നതോടൊപ്പം തന്നെ ഈ ടഗ് ബോട്ടുകൾ, 3 ടഗ് ബോട്ടുകളുടെ പ്രഷർ കാരണം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ പറയുന്ന ബെർത്തിന്റെ പോർഷനിലേക്ക് ഷിപ്പിനെ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ പുഷ് ചെയ്ത് നീക്കുന്ന കാഴ്ച. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. കാരണം ഷിപ്പിന്റെ ഡ്രാഫ്റ്റ് 8.2 ആണ്. വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം 8.2 ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. കാരണം 16.5 മീറ്റർ ഡ്രാഫ്റ്റുള്ള MSC ഖൈലി വളരെ അനായാസേന ബെർത്ത് ചെയ്ത ഷിപ്പ് പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. ഇതിലും വലിയ ഷിപ്പ് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് 16.7 മീറ്റർ ഡ്രാഫ്റ്റുള്ള ഷിപ്പാണ്. 13-ാം തീയതിയോട് കൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ലോകത്തിലെ എണ്ണപ്പെട്ട ഷിപ്പുകളിലൊന്നാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. 13-ാം തീയതിയുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് എത്തും. അതുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന്റെ ലെവൽ മാറും എന്നുള്ള കാര്യം സംശയമില്ല. MSC ഖൈലി വന്നതോടുകൂടി തന്നെ വിഴിഞ്ഞം പോർട്ട് ഒരു സ്റ്റേജിനപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇപ്പോഴും ട്രയൽ റണ്ണാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് നടക്കുന്നത്. അപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നതും വന്ന് പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാ വളരെ ഈസി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. 3 ടഗ് ബോട്ടുകളുടെ സഹായത്തോടെ 3 ടഗ് ബോട്ടിൽ നിന്ന് 2 ടഗ് ബോട്ടുകൾ, ഒരു ടഗ് ബോട്ടിൽ ബാക്കിൽ നിൽക്കുന്നു. വളരെ അനായാസേന നമ്മുടെ ബെർത്തിങ് ചെയ്യുന്ന MSC സ്വപ്പേ 7 നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ ടഗ് ബോട്ടിന്റെ പ്രഷർ കാരണം ഷിപ്പ് മൂവ് ചെയ്യുന്നു. ഇനി ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന ടഗ് ബോട്ടുകൾ ഹെവി റോപ്പ് ഉപയോഗിച്ച് ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ബെർത്തിലേക്ക് പോകുന്നത്. അങ്ങനെ തന്നെയാണ് എപ്പോഴും ഷിപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ബെർത്തിങ്ങിലേക്ക് ഷിപ്പ് പോകുന്നത്. 2001 നിർമ്മിച്ച ഷിപ്പ് 1/1/2001 നിർമ്മിച്ച ഷിപ്പ് ഏതാണ്ട് 300 മീറ്റർ നീളവും 40.3 മീറ്റർ ബെർത്തും 24.1 മീറ്റർ
ഡെപ്തും 14 മീറ്റർ മാക്സിമം ഡ്രാഫ്റ്റ്. ഇപ്പോൾ ഉള്ള ഡ്രാഫ്റ്റ് 8.2 മീറ്റർ. 6572 TUV കണ്ടെയ്നർ കപ്പാസിറ്റിയും 500 റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന MSC Swap 7 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ബർത്ത് ചെയ്തിരിക്കുന്നു. ആ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഷിപ്പ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ടഗ് ബോട്ടുകൾ എടുത്ത പ്രഷർ കാരണം ഇപ്പോൾ നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി റോപ്പ് ഉപയോഗിച്ച് ഹോൾഡ് ചെയ്തതിനു ശേഷം ഷിപ്പിനെ ബെർത്തിലേക്ക് അടുപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ബെർത്തിന്റെ ഭാഗത്തേക്ക് ഷിപ്പ് നീങ്ങി വന്നിരിക്കുന്നു. വളരെ വേഗം തന്നെ MSC Swap 7 ബെർത്ത് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന കണ്ടെയ്നറുകൾ, നമ്മൾ ഈ കാണുന്ന ഗോൾഡൻ നിറത്തിലുള്ള കണ്ടെയ്നറുകൾ, MSCയുടെ ബാഡ്ജിം പതിച്ച ഗോൾഡൻ നിറത്തിലുള്ള കണ്ടെയ്നർ വളരെ വേഗം തന്നെ MSC Swap 7 ലോഡ് ചെയ്യുന്നതായിരിക്കും. ബെർത്തിന്റെ പോർഷനിലേക്ക് ചേർന്ന് വരുന്നു. ഷിപ്പിന്റെ ചാർട്ട് പ്രകാരം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ നിന്നും സലാല പോർട്ടിലേക്കാണ് ഷിപ്പ് പോകാൻ ചാർട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ മാറ്റം വരുമെന്നറിയില്ല. തീർച്ചയായിട്ടും മാറ്റം വന്നു കഴിഞ്ഞാൽ അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം ബെർത്തിനോട് ചേർന്ന് വരുന്ന MSC Swap 7 കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന യാർഡിലെ കണ്ടെയ്നറും യാർഡിലെ ക്യാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡ് ക്രെയിനും STS ക്രെയിനും, ഈ യാർഡ് ക്രെയിനുകളെല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനും, നമ്മുടെ STS ക്രെയിൻ ആവട്ടെ സെമി ഓട്ടോമാറ്റിക് ക്രെയിനുമാണ്. അതിനാൽ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തെ ഒരു സെമി ഓട്ടോമാറ്റിക് പോർട്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. ഇപ്പോൾ തന്നെ ഷിപ്പ് ബെർത്തിനോട് ചേർന്ന് വന്നിരിക്കുന്നു. ഉടൻ തന്നെ ഷിപ്പ് മൂറിങ്ങിലേക്ക് പോകുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.